നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് ഏപ്രിൽ 2 വ്യാഴാഴ്ചയാണ്. മീനമാസത്തിലെ അത്തം നക്ഷത്രവും ഭക്തോത്തമനായ സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെ ജയന്തിയും വരുന്ന ദിവസം വ്യാഴാഴ്ചയും ഒന്നിച്ചു വരുന്നു എന്ന പ്രത്യേകത ഇന്നേ ദിവസത്തിനുണ്ട്. ഈ ദിവസം അത്രമേൽ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഐശ്വര്യദായകമായ ഒരു ദിവസമാണ്. ജീവിതത്തിൽ സർവ അനുഗ്രഹങ്ങളും ലഭിക്കുവാനും തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ അകന്ന് ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ കൊണ്ടുവരുവാൻ സഹായകരമായ ഒരു ദിവസമാണ്. അതിനാൽ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം പ്രവർത്തിക്കുന്നത് കൂടുതൽ ഗുണകരമായ ഫലം നൽകും. ഇന്നേ ദിവസം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന് ജപിക്കേണ്ട മന്ത്രങ്ങളെ കുറിച്ച് തന്നെയാണ്. ഇന്നേ ദിവസം സാക്ഷാൽ ഹനുമാൻ സ്വാമിക്ക് വളരെ വിശേഷപ്പെട്ടതായ മന്ത്രങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരും. ഇന്നേ ദിവസം പ്രധാനമായും ചില കാര്യങ്ങൾ ചെയ്യുന്നതും ഉത്തമം തന്നെയാണ്. അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത്, നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ജോലി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ തൊഴിൽപരമായ ഉയർച്ച, ആഗ്രഹ സാഫല്യം, തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇന്നേ ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി സ്വാമിക്ക് അവിൽ നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നത് വിശേഷമാണ്. അതേപോലെ ഭഗവാനെ വെറ്റിലമാല ചാർത്തുന്നതും തൊഴിൽ തടസ്സങ്ങൾ മാറുവാൻ ഏറ്റവും വിശേഷമായി കരുതുന്നു. ആഗ്രഹങ്ങൾ നടക്കുവാനും അത് ഏറ്റവും വിശേഷമായി തന്നെ കരുതുന്നതാണ്. ഈ പുണ്യദിനം നിങ്ങൾക്ക് തീർച്ചയായും അത് ഏറ്റവും പൂർണ്ണമായ ഫലം ലഭിക്കുവാൻ ഈ കാര്യം ചെയ്യുക. ഇനി അഥവാ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ ഭഗവാന് വിളക്ക് തെളിയിച്ച് ഈ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അത്രമേൽ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. സർവ ഐശ്വര്യം തന്നെ നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ജപിക്കേണ്ട മന്ത്രങ്ങളിൽ ഒന്ന് മഹാമന്ത്രമാണ്. മഹാമന്ത്രം ഇന്നേ ദിവസം 21 തവണയെങ്കിലും നിങ്ങൾ ജപിക്കണം. അതിരാവിലെ അല്ലെങ്കിൽ രാവിലെ വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം. അല്ലെങ്കിൽ രാത്രിയിൽ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാം. അതായത് സന്ധ്യാവേളയിൽ വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം. 21 തവണയാണ് ഏറ്റവും കുറഞ്ഞതായി നിങ്ങൾ ജപിക്കേണ്ടത്. മന്ത്രം ഇപ്രകാരമാകുന്നു: ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്നേ ദിവസം ജപിക്കുവാൻ ഏറ്റവും വിശേഷപ്പെട്ടതായ മഹാമന്ത്രം തീർച്ചയായും ഏവരും ജപിക്കണം. മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം: ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നാണ്. ഈ മന്ത്രം നിങ്ങൾ നിത്യവും ജപിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മനഃശാന്തി കടന്നു വരും. അത്രയധികം ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഐശ്വര്യവർദ്ധനവിനും മനഃശാന്തിക്കും ഈ മന്ത്രം ജപിക്കുന്നത് അത്രമേൽ വിശേഷമായി കരുതുന്നു. സർവ ഐശ്വര്യം തന്നെയാണ് നിങ്ങളിലേക്ക് ഫലമായി വന്നു ചേരുക. ഇനി അഥവാ ജപിക്കാത്തവരാണ് എങ്കിൽ ഇന്നു മുതൽ ഈ ജപം നിങ്ങൾ തുടർന്ന് പോരുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വിശേഷാൽ ഫലം നൽകും. മറ്റൊന്ന് ഹനുമാൻ മന്ത്രമാണ്. ഹനുമാൻ സ്വാമിയുടെ മന്ത്രം ജപിക്കുക എന്നത് ഏറ്റവും വിശേഷമാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് മനോബലം അതേപോലെ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും കടന്നു വരും എന്നുള്ളതാണ്. ഈ മന്ത്രം നിങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ ഉദ്ദിഷ്ടകാര്യസിദ്ധിയാണ് ഫലമായി വന്നു ചേരുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ കാര്യം നടക്കുന്നതായ സാഹചര്യം വന്നു ചേരും. ജീവിതത്തിലെ ഏത് തടസ്സങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് എങ്കിൽ, അത്രമേൽ പ്രയാസങ്ങൾ നേരിടുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ആ കാര്യ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ക്രമേണ ഇല്ലാതാകും എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും ഈ മന്ത്രം നിങ്ങൾക്ക് ഇന്നേ ദിവസം 11 പ്രാവശ്യം ജപിക്കാം.
തുടർന്നുള്ള ദിവസങ്ങളിലും ഈ മന്ത്രജപം നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉദ്ദിഷ്ടകാര്യസിദ്ധി ഫലമായി വന്നു ചേരും. തീർച്ചയായും നിത്യവും ജപിക്കേണ്ട ഒരു മന്ത്രം കൂടിയാണ് ഇത്. മന്ത്രം ഇപ്രകാരമാണ്: ഓം വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ എന്നാണ്. ഓം വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ എന്നാണ്. മന്ത്രം തീർച്ചയായും ജപിക്കണം. ഒരിക്കൽ കൂടി ജപിക്കാം. മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം. ഓം വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ എന്നാണ്. തീർച്ചയായും നിങ്ങൾ ഈ മന്ത്രം ജപിക്കണം. ഇന്നേ ദിവസം ഇനി പ്രാധാന്യം നൽകേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. കാരണം ഭഗവാന് അത്രമേൽ വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാകുന്നു. ഇന്നേ ദിവസം പ്രത്യേകിച്ചും സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനുമായി നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് നെയ്വിളക്ക് തെളിയിക്കുക എന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാണ്. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്താതിരിക്കരുത്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് നെയ്വിളക്ക് സമർപ്പിച്ച് നിങ്ങൾ ഇന്നേ ദിവസം പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമായി തന്നെ വന്ന് ഭവിക്കും. ഇനി അഥവാ രാവിലെ നിങ്ങൾക്ക് പോകുവാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം സന്ധ്യാസമയത്ത് സന്ധ്യാവേളയിൽ വൈകുന്നേരം ക്ഷേത്രത്തിൽ ദർശനം നടത്താം. ഇന്നേ ദിവസം ദർശനം നടത്തുമ്പോൾ പ്രത്യേകിച്ചും ഭഗവാന് തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വിശേഷമാണ് എന്ന് പറഞ്ഞു. അതോടൊപ്പം നെയ്വിളക്ക് നിങ്ങൾക്ക് സമർപ്പിക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് ഇന്നേ ദിവസം ഭഗവാന് പാൽപായസം നടത്തി പ്രാർത്ഥിക്കുന്നതും വഴിപാടായി നടത്തി പ്രാർത്ഥിക്കുന്നതും സർവൈശ്വര്യപ്രദമാണ്. അതോടൊപ്പം ഭാഗ്യസൂക്തവും ഇന്നേ ദിവസം നടത്തി പ്രാർത്ഥിക്കാവുന്ന ഒരു ദിവസമാണ്. കാരണം ഫലങ്ങൾ ഇരട്ടിയായി വന്നു ചേരുന്ന ദിവസമാണ്. അതിനാൽ ഭാഗ്യസൂക്തം നടത്തി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അതും വിശേഷമായി തന്നെ കരുതാം. ഇന്നേ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം, ഇന്നേ ദിവസം വീടുകളിൽ 2 നേരം നിർബന്ധമായും വിളക്ക് തെളിയിക്കണം. ഇന്നേ ദിവസം ഹനുമാൻ സ്വാമിക്ക് ഫലവർഗ്ഗങ്ങൾ സമർപ്പിച്ച് ഫലങ്ങൾ മധുരപലഹാരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവൈശ്വര്യപ്രദമാണ്. ശ്രീകൃഷ്ണ ഭഗവാന് പാൽപായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും 5 തിരിയിട്ട ഭദ്രദീപം തെളിയിച്ച് മുൻപ് പരാമർശിച്ച മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുകയും അതോടൊപ്പം ഓം ക്ലീം കൃഷ്ണായ നമഃ, ഓം നമോ നാരായണായ എന്നീ മന്ത്രങ്ങൾ ഇന്നേ ദിവസം 108 ജപിക്കുന്നതും സർവൈശ്വര്യപ്രദമായ കാര്യം തന്നെയാണ്. ഓം ക്ലീം കൃഷ്ണായ നമ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രവും ഓം നമോ നാരായണായ എന്ന് ഏവരും ജപിക്കുന്നതായ ആ മന്ത്രവും ഇന്നേ ദിവസം ജപിക്കണം. ഇന്നേ ദിവസം സന്ധ്യാവേളയിൽ ഭഗവാന് ഈ വസ്തുക്കൾ സമർപ്പിച്ച്, അതായത് ഹനുമാൻ സ്വാമിക്കും ശ്രീകൃഷ്ണ ഭഗവാനും ഈ വസ്തുക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. 5 തിരിയിട്ട ഭദ്രദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഏറ്റവും വിശേഷം. കുളിച്ച് ശുദ്ധിയോടെ, മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം പ്രവർത്തിക്കണം. നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നു എങ്കിൽ പരമാവധി കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദർശനം നടത്തുവാൻ ശ്രമിക്കുക. സാധിക്കുന്നില്ല എങ്കിൽ കുടുംബത്തിലെ ഒരംഗമെങ്കിലും ഇന്നേ ദിവസം തീർച്ചയായും ക്ഷേത്ര ദർശനം നടത്തുക. സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കട്ടെ.